അബ്ഡോമിനൽ ഒബീസിറ്റി, അതായത് വയറ് ചാടി വരുന്ന ആളുകൾക്ക് വയറിന്ന് മെല്ലെ ബെൽറ്റും പാൻറ്റും കൂടി താഴേക്ക് ഇറങ്ങി വരും. ആ ബെൽറ്റിൻ്റെ അറ്റം വന്നിട്ട് ഈ നരമ്പിനെ അമർത്തിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് വേറെ ചികിത്സയൊന്നും വേണ്ട, വയറൊന്ന് കുറച്ചിട്ട് അല്ലെങ്കിൽ ലോ വേസ്റ്റ് പാൻറ്റിനെ ഒരു ഹൈ വേസ്റ്റ് പാൻറ്റിലേക്ക് മാറ്റിയാൽ തന്നെ ഈ അസുഖം മാറുന്നതേ ഉള്ളൂ. സാധാരണ ഈയിടെ കാണുന്ന വേറൊരു ഇതാണ് നമ്മൾക്ക് മിറാൾജിയ പരസ്തെറ്റിക്ക എന്ന് പറയും. അതായത് തുടൻ്റെ ഈ ഭാഗത്തുള്ള തരിപ്പ്, അത് നിർത്താതെ ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിൽക്കുമ്പോഴൊക്കെ കൂടുക, അങ്ങനെയുള്ള കുറേ രീതിയിൽ അത് വരും. ഇതിപ്പോൾ അധികം കാണുന്നത് സ്ത്രീകൾക്കാണ്. ഇപ്പോൾ പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ ആണ് ഇതിൻ്റെ സാധാരണ ഉള്ളൊരു കാരണമുള്ളത്. പിന്നെ ചില സമയത്തൊക്കെ പ്രഗ്നൻസിയിൽ കൂടും. പിന്നെ നേരത്തെ നമ്മൾ മുമ്പ് കാർപ്പൽ ടണലിൽ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൻ്റെ നീര് കൂടുന്ന എല്ലാ അവസരങ്ങളിലും ഇത് കൂടാനുള്ള നല്ല സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഇപ്പോൾ കൂടുതലായി കാണുന്ന ഒരു കാരണമാണ് ടൈറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരെ ഇത് അണ്ടർവെയർ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടുമ്പോഴും ഈ നരമ്പിന് എൻട്രാപ്മെൻറ്റ് ന്യൂറോപ്പതി, അത് അമർച്ച വരാൻ മതി. ലോ വേസ്റ്റ് പാൻ്റ് ആണെങ്കിൽ നമുക്ക് അവരെ വേസ്റ്റും ബെൽറ്റും കൂടി നേരെ വന്നിട്ട് ഈ നരമ്പിന് അമർത്തുമ്പോഴും ഇങ്ങനെ വരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ കാർപ്പൽ ടണലിന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു ലാറ്ററൽ കുട്ടിയനസ് നെർവ് എന്ന് പറയും, ഓഫ് തൈ. അതായത് നമ്മൾ നരമ്പിൻ്റെ ഈ തുടേൻ്റെ ഈ ഭാഗത്തേക്ക് മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു നരമ്പുണ്ട്, അതിനുള്ളൊരു കംപ്രഷനാണ്.